എല്ലാവർക്കും നമസ്കാരം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട് ഒരു പഴയ ലുക്കിലുള്ളൊരു വീടാണ്. ഇതിനെ നമുക്കൊരു പുതിയ അടിപൊളി ലുക്കാക്കണമെന്നിട്ടുള്ള വീട്ടുകാരുടെ ആവശ്യമുണ്ട്. അതിനെ തുടർന്നാണ് നമ്മളിവിടെ അതിനുവേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഈ ജനലുകളും വാതിലുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം, പഴയ മഹാഗണിയുടെ പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഒരു പുതിയ ലുക്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ ചുവരുകളിലാണെങ്കിൽ പുട്ടിയൊന്നും ഇല്ലാതെ തന്നെ കളറടിച്ചിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുത്തേക്കുന്നത് 4 mm ഡബിൾ സൈഡ് ഫോംഡ് പൊട്ടിച്ച് ആ കനത്തിൽ പുട്ടിയിട്ട് പേപ്പർ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ചുവരിങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ടേപ്പ് ഒട്ടിച്ച് പുട്ടിയിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമയം കളയേണ്ടല്ലേ. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഡിസൈൻ ചെയ്ത് കാണിക്കുക എന്നുള്ള, അത് പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇടാത്തത് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. Esdee എന്ന കമ്പനിയുടെ സിന്തറ്റിക് പ്രൈമറാണ് നമ്മൾ പ്രൈമർ കോട്ടിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ്. SKPS എന്നും സിന്തറ്റിക് പ്രൈമർ എന്നും ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കും. സാധാരണയായിട്ട് ചെയ്യണതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിലങ്ങനെയുള്ള പാറ്റേണാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ചെറിയ പരിക്കുകളൊക്കെ ചുമരുന്നുണ്ട്. അത് നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൈമർ വെളുത്ത നിറത്തിലുള്ളതാണ്. ഏത് പ്രതലത്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രൈമർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഴയ തടികളിലും പുട്ടിയിട്ട സ്ഥലങ്ങളിലും ഈ പ്രൈമർ തന്നെ നമുക്ക് അടിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ആദ്യത്തെ കോട്ടടിക്കാൻ. പ്രത്യേകിച്ചും വാൾപുട്ടിയുടെയൊക്കെ മുകളിൽ കൂടി നമ്മളങ്ങനെ ചെയ്യുമ്പോഴല്ല, പുട്ടിയുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാഠിന്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണത്. ഈ പ്രൈമറിൽ അതായത് കുറച്ച് ഫാസ്റ്റ് യെല്ലോ കളറാണ് നമ്മളിപ്പോൾ ഈ ചേർക്കാൻ പോണത്. ഫാസ്റ്റ് യെല്ലോ കളർ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലായിടത്തും പ്രൈമർ പറ്റിയിട്ടുണ്ടാകുന്ന നമുക്കറിയാൻ പറ്റും. അതിന് വളരെയധികം സഹായമായിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. കൂടാതെ പുട്ടിയിലെ പാച്ച് വർക്ക് അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈ നിറം ചേർക്കൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുള്ളതാണ്. നന്നായിട്ട് ലൂസാക്കണമെന്ന് പറഞ്ഞല്ല, ലൂസാക്കണമെന്ന് പറഞ്ഞത് ഈ ഫാസ്റ്റ് യെല്ലോ കളറും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ലൂസാക്കണം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് പക്കയായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുകയാണ്. നമുക്കപ്പോൾ വീടിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. ഇവിടെ ഒരു കിടിലൻ ബ്രോയാണ് കേട്ടോ തന്നെ, നമ്മുടെ അളിയനാണ്. ഈ വീടിൻ്റെ ഇലക്ട്രിക് വർക്കൊക്കെ മൊത്തത്തിൽ പുള്ളി അങ്ങോട്ട് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തേക്കാണ്. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് കളയുക എന്നുള്ളതൊക്കെയാണ്. പുള്ളി കേൾക്കണ്ട. ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ജെറിൻ റോ. ജെറിയൻ എന്ന് ഞങ്ങൾ ഓമനിച്ച് വിളിക്കുന്ന ജെറിയനാണത്. പുള്ളി പ്രൈമർ അടിക്കുന്ന തിരക്കിലാണ്. ആദ്യമായിട്ട് ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ബ്രഷ് ഉപയോഗിക്കലാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ പാട് വീഴും എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പാട് വീണോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ ബ്രഷിന് നന്നായിട്ട് പ്രൈമർ കോട്ട് ചെയ്യുക. ഇവിടെ ഒരിക്കലും നമ്മൾ റോളർ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റോ പ്രൈമറോ അടിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. റോളറിൻ്റെ പാട് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും. പ്രൈമർ കളർ ചേർത്തടിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പ്രൈമർ അടിച്ച സ്ഥലം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. പഴയ ജനലും ഡോറും ഒക്കെ ആയതിനാൽ ഒരുപാട് പൊട്ടലും വിള്ളലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാച്ച് വർക്ക് നമ്മളെ എട്ടങ്ങേറാക്കി കളയുന്നത്. ഇതൊക്കെ പരിഹരിക്കുന്നതിനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ബോഡി ഫില്ലർ ഉപയോഗിക്കും. ബോഡി ഫില്ലർ എന്ന് പറഞ്ഞാൽ വലിയ ദ്വാരങ്ങളിൽ അടക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡി ഫില്ലറാണ്. ബോഡി ഫില്ലർ ഈ കാണുന്നതാണ് ബോഡി ഫില്ലർ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ബോഡി ഫില്ലർ ഉപയോഗിക്കുമ്പോൾ ടിന്ന് തുറന്ന ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഇളക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം. അതിലുള്ള ഓയില് ഇതിൻ്റെ കടൻ്റെ മുകളിൽ പോയിരിക്കും. ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കുമ്പോൾ തന്നെ ഓയിൽ മാത്രമായിട്ട് മാറും. ബോഡി ഫില്ലർ ബേസ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് എടുത്ത് ഹാർഡനർ ചേർത്ത് കൊടുക്കണം. മുഴുവനായും ഒരിക്കലും ഹാർഡനർ ചേർക്കരുത്. ഹാർഡനർ ചേർത്താൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മുഴുവൻ നമുക്ക് വെറുതെ വേസ്റ്റായിട്ട് പോകും. ബോഡി ഫില്ലർ അത്രക്ക് വളരെ പെട്ടെന്ന് സെറ്റായി പോകും. തടികളൊക്കെ ഉള്ള വലിയ വിടവുകൾ നമ്മൾ അടക്കുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കാതെ പരമാവധി ശ്രദ്ധിക്കണം. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളി നിന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പുട്ടിയുടെ മുകളിലുള്ള ആദ്യത്തെ പ്രൈമർ കോട്ടിങ് നമ്മളുടെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. അത് നല്ല മഴയുള്ള കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ പ്രൈമറിൽ നമ്മൾ ചേർക്കാനായിട്ട് ടർപ്പനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബോഡി ഫില്ലറിട്ട ഭാഗങ്ങൾ ക്ലോത്ത് അമ്മരി ഉപയോഗിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്യാനായിട്ട് മറക്കരുത്. അത് പുട്ടി വലിക്കുമ്പോൾ നമുക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അടുത്ത ഘട്ടം നമ്മൾ ജനലിൻ്റെയും ഡോറിൻ്റെയും ചെറിയ വിടവുകൾ അടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ NC പുട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് ചോക്ക് പൗഡറും കൂടി ഈ NC പുട്ടിയിൽ ചേർത്തിട്ടാണ് ഈ NC പുട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. NC പുട്ടി ഇടാൻ പോകുന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. തനി പുട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടിൽ വിടവുകൾ അടഞ്ഞു കിട്ടണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കൂടാതെ സാധാരണ ഇനാമൽ പെയിൻ്റാണ് നേരത്തെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തിടുമ്പോൾ ഉരുക്കലുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട്, അതുമല്ല തനി പുട്ടിയിടുമ്പോൾ വെള്ളം ചേർത്ത് പേപ്പർ പിടിക്കേണ്ടിയും വരും നമുക്ക്. അപ്പോൾ എല്ലാം ഒഴിവാക്കി കിട്ടുന്നതിനായിട്ടാണ് നമ്മളിങ്ങനെ ഈ NC പുട്ടി ഇത്തിരി ചോക്കുപൊടിയും കൂടി ചേർത്ത് ഇടുന്നത്. തീരെ ചെറിയ വിടവുകൾ അടക്കുന്നതിനായതുകൊണ്ട് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാൻ ഇടയില്ല.
നമ്മൾ തടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വടിച്ച് തന്നെയാണ് കേട്ടോ പുട്ടിയിടുന്നത്. ഈ പുട്ടി പേപ്പർ പിടിക്കുന്ന സമയം പരമാവധി പിടിച്ചു കളയുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ അളിയൻ്റെ പണി നന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ മീറ്റർ ഇരുന്നിട്ടുണ്ടായതുകൊണ്ട് വളരെ വൃത്തികേടായിരുന്നല്ല, അത് മാറ്റി വെക്കുന്നതിന് അതുപോലെ പുതിയ സ്ഥാനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അളിയൻ. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ മീറ്റർ നമ്മളിങ്ങോട്ട് മാറ്റി വെക്കും, ഈ പുതിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. നമ്മളടിച്ച പ്രൈമർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് പുട്ടിയിലെ പാച്ച് വർക്ക് ജെറിൻ ഈ ഓടി കടന്ന് ചെയ്യുന്നത്. പ്രൈമറിൽ മഞ്ഞ നിറം ഇവിടെയും നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പാച്ച് വർക്ക് കണ്ടെത്താനും അതുപോലെ തുടർന്ന് പേപ്പർ പിടിക്കുന്നതിനുള്ള ഭാഗം കണ്ടെത്താനും ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ യെല്ലോ നിറം, പ്രൈമറിൽ കൊടുത്തിട്ടുള്ള യെല്ലോ നിറം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും പേപ്പർ പിടിച്ച് നല്ല കിഡിലനാക്കി, ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിഡിലോസ്കിയാക്കി പേപ്പർ പിടിച്ചെടുത്തിട്ടുണ്ട്. തടിയുടെ ഭാഗവും അതുപോലെ ചുമരുകളുടെ ഭാഗവും ഒന്നും വിടവുകളില്ലാതെ നമ്മൾ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൈമർ അടിക്കാൻ പോവുകയാണ്. പ്രൈമർ അടിക്കുമ്പോൾ സിന്തറ്റിക് പ്രൈമർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം നിറം ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഇതുവരെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് ഒന്ന് പരിചയപ്പെടുത്തുന്നതിനായി ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കണം. ഇതുവരെയുള്ള ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന ഈ ചാനൽ കാണുവാനും അതുപോലെ തന്നെ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ കാണിച്ച ആ ആത്മാർത്ഥതയെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് തുടർന്നും ഈ സഹകരണം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.